ഹലോ എവ്രി വൺ, വെൽക്കം ടു എഡ്യൂഗാരന്റെ മന്ത്ലി കറന്റ് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിഫ വേൾഡ് കപ്പിനെ കുറിച്ചാണ്. ലോകമെമ്പാടും ഇന്ത്യയിലും കേരളത്തിലും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിഫയെ കുറിച്ചാണ്, ഫിഫ വേൾഡ് കപ്പിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ഇത്തവണ ആദ്യം തന്നെ നോക്കാൻ പോകുന്ന ഫിഫ വേൾഡ് കപ്പിനെ കുറിച്ചാണ്. മൊത്തം എത്ര ടീമുകളാണ് ഇത്തവണത്തെ ഫിഫ വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ആദ്യം നോക്കാം. 48 രാജ്യങ്ങളാണ് ഫിഫ വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നത്. 48 ടീമുകളാണ് ഫിഫ വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നത്. ഇനി സാധാരണഗതിയിൽ സ്പോർട്സിന്റെ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എവിടെയാണ് അതിന്റെ വെന്യൂ എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തവണത്തെ ഫിഫ വേൾഡ് കപ്പ് 3 സ്ഥലങ്ങളിലായിട്ടാണ് നടക്കുന്നത്. കാനഡ, മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഈ 3 രാജ്യങ്ങളിലാണ് നിലവിലെ സാഹചര്യത്തിൽ, അതായത് 2026 ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത്. നമുക്കറിയാം ഫിഫയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് സൂറിച്ചാണ്, സ്വിറ്റ്സർലൻഡിന്റെ സൂറിച്ചാണ്. 1930 ഫിഫ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ സ്പോർട്സ് ഇവന്റ്സുമായി ബന്ധപ്പെട്ട പാറ്റേൺസ് പഠിക്കുമ്പോൾ നമുക്ക് അവരുടെ ഭാഗ്യചിഹ്നം, മസ്കോട്ടുകളെ കുറിച്ച് പഠിക്കാറുണ്ട്. കാരണം നമ്മുടെ എക്സാമുകൾക്ക് ഈ മസ്കോട്ടുകൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഫിഫയുടെ 2026 ഒഫീഷ്യൽ ആയിട്ടുള്ള മസ്കോട്ടുകൾ 3 എണ്ണമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 3 രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഓരോ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് ഓരോ മസ്കോട്ട് ഉണ്ട്. ആദ്യത്തെ നമുക്ക് കാനഡയെ ഡിസ്കസ് ചെയ്യാം. കാനഡയുടെ മസ്കോട്ട് എന്ന് പറയുന്നത് മേപ്പിൾ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. മൂസ് കാനഡ എന്നറിയപ്പെടുന്ന മേപ്പിൾ ആണ് നമ്മളുടെ കാനഡയുടെ മസ്കോട്ട്. മേപ്പിളിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, മേപ്പിൾ ഒരു മരമാണ്. കാനഡയുടെ ഫ്ലാഗിൽ തന്നെ നമ്മൾ കാണുന്നത് ഈ പറയുന്ന മേപ്പിളിന്റെ ചെടി, മരത്തിന്റെ ഇലയാണ് കാണുന്നത്. ഈ മേപ്പിൾ ആണ് എന്ത് ചെയ്യുന്നത്, കാനഡയുടെ മസ്കോട്ട് എന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ നമ്മളുടെ ഈ പറയുന്ന മെക്സിക്കോയുടെ മസ്കോട്ട് എന്ന് പറയുന്നത് സായു എന്നാണ്. മെക്സിക്കോ നൽകിയിരിക്കുന്ന പേര് സായു ആണ് മെക്സിക്കോയുടെ നമ്മളുടെ മസ്കോട്ട്. അതൊരു ജാഗ്വാർ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ജാഗ്വാർ ഒരു ആനിമൽ ആണ്. സോ ജാഗ്വാർ എന്ന് പറയുന്ന ആനിമൽ ആണ് ഈ പറയുന്ന സായു ആയിട്ട് നമ്മൾ മെക്സിക്കോ നൽകിയിരിക്കുന്നത്. ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ മസ്കോട്ട് കൂടി നമുക്ക് നോക്കാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ മസ്കോട്ട് എന്ന് പറയുന്നത് ഒരു ബാൾഡ് ഈഗിൾ ആണ്. ബാൾഡ് ഈഗിൾ ആയിട്ടാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ മസ്കോട്ടിനെ അവർക്ക് നൽകിയിരിക്കുന്നത്. അതിന് അവർ നൽകിയിരിക്കുന്ന പേര് ക്ലച്ച് ആണ്. നമ്മൾ ഈ പേരാണ് പഠിക്കേണ്ടത്, അതായത് പേരാണ് നമ്മളുടെ എക്സാമിനേഷനിൽ ചോദിക്കുന്നത്. സോ ക്ലച്ച് ആണ് അമേരിക്ക നൽകിയിരിക്കുന്ന പേര്. അതൊരു ബാൾഡ് ഈഗിൾ ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബാങ്കിങ് കറണ്ട് അഫെയർ ആണ്. ബാങ്ക്സ് ഓഫ് ബാങ്ക്, സെൻട്രൽ ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ക്യാമ്പയിൻ RBI ഇൻട്രൊഡ്യൂസ് ചെയ്തു. RBI റീലത്തോൺ 2026. ഇതിന്റെ വെന്യൂ എവിടെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളുടെ കേരളത്തിന്റെ തലസ്ഥാനമായ ട്രിവാൻഡ്രത്ത് വെച്ചാണ് ഇത്തവണത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിലത്തോൺ 2026 ക്യാമ്പയിൻ നടത്തുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയുടെ ക്യാപിറ്റലായ മുംബൈയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മുംബൈയെ വിളിക്കുന്നത് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് മുംബൈ ആണ്. RBIയുടെ നിലവിലത്തെ ഗവർണർ എന്ന് പറയുന്നത് സഞ്ജയ് മൽഹോത്രയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർട്ടിക്കിൾ 44 കുറിച്ചാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 44 എന്ന് പറയുന്നത് യൂണിഫോം സിവിൽ കോഡാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുമായി ബന്ധപ്പെട്ടാണ് യൂണിഫോം സിവിൽ കോഡ് ആർട്ടിക്കിൾ 44 ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ആർട്ടിക്കിൾ 44 ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മധ്യപ്രദേശ് ഗവൺമെന്റ് ആർട്ടിക്കിൾ 44 ബന്ധപ്പെട്ട് അത് നടപ്പിലാക്കും എന്ന് പറഞ്ഞ് ഒരു ബില്ല് അവതരിപ്പിക്കാൻ പോകുകയാണ്. നമുക്കറിയാം മധ്യപ്രദേശ് ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്, BJP ആണ്. ഇന്ത്യ ഭരിക്കുന്നത് BJP നേതൃത്വം നൽകുന്ന NDA അലയൻസ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. BJPയുടെ പ്രധാനപ്പെട്ട പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയിൽ നടപ്പിലാക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇതുവരെ ഇന്ത്യയിൽ മൊത്തത്തിൽ അത് നടപ്പിലാക്കിയിട്ടില്ല. പ്രധാനമായിട്ടും BJP പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു ആർട്ടിക്കിൾ 370 ഇന്ത്യയിൽ നടപ്പിലാക്കും എന്നുള്ളത്. അത് നമ്മുടെ എക്സാമുകൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാം ചോദിച്ചു കണ്ടതും ആണ്. ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കശ്മീരിന് പ്രത്യേക പദവി നൽകിക്കൊണ്ടിരുന്ന ഒരു ആർട്ടിക്കിളാണ്. ആ ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റും, അല്ലെങ്കിൽ അതിന്റെ ശക്തി കുറയ്ക്കും എന്നായിരുന്നു BJP പറഞ്ഞിരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 370 എടുത്തു മാറ്റിയത് കൊണ്ട് നമ്മളുടെ ജമ്മു ആൻഡ് കശ്മീർ ഇന്ത്യയിൽ ഒരു യൂണിയൻ ടെറിട്ടറി ആയി. നമ്മൾ സ്റ്റേറ്റിൽ നിന്ന് മാറി 29 സ്റ്റേറ്റ് ഉണ്ടായിരുന്ന ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ 28 സ്റ്റേറ്റ് ഒക്കെ ഉണ്ടാകാനുള്ള കാരണം ഈ പറയുന്ന പാറ്റേണാണ്. 2019 അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബില്ലുകളൊക്കെ അവതരിക്കപ്പെട്ടത്. ഇനി BJPയുടെ പ്രകടന പത്രികയിലെ മറ്റൊരു പ്രധാനപ്പെട്ട പാറ്റേൺ ആയിരുന്നു
അയോധ്യയിൽ രാമക്ഷേത്രം കൊണ്ടുവരും എന്നുള്ള പാറ്റേൺ അതും നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ട്രിപ്പിൾ തലാഖ് നിരോധിക്കും എന്ന് പറഞ്ഞ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു, അതും നടപ്പിലാക്കി. അപ്പൊ ഇനി നടപ്പിലാക്കാനുള്ള ഒന്ന് എന്ന് പറയുന്നത് യൂണിഫോം സിവിൽ കോഡ് മാത്രമാണ്. എന്നാൽ അത് BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും അത് നിലവിലെ സാഹചര്യത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ എക്സാമുകൾക്ക് അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ട് അവർ പ്രധാനമായിട്ട് നടപ്പിലാക്കുന്നത് ഉത്തരാഖണ്ഡിലായിരുന്നു. ഫസ്റ്റ് ടൈമിൽ അവർ ഉത്തരാഖണ്ഡിൽ നടപ്പിലാക്കി, പിന്നീട് അത് ഗുജറാത്തിൽ നടപ്പിലാക്കി, ഈ അടുത്തായിട്ട് ആസാമിൽ നടപ്പിലാക്കി. നിലവിലെ സാഹചര്യത്തിൽ മധ്യപ്രദേശിലും കൂടി നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ എക്സാമിന് അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമായി കണ്ടുവരുന്നത് കൊണ്ടാണ് നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇനി നടക്കാൻ പോകുന്നത് മധ്യപ്രദേശിലാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്ക് മധ്യപ്രദേശിലെ ചീഫ് മിനിസ്റ്ററിനെ കൂടി ഡിസ്കസ് ചെയ്യാം. അതായത് ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറികളുമാണ് ഉള്ളത്. അതിലെ ക്യാപിറ്റലുകൾ, അതിലെ ചീഫ് മിനിസ്റ്റേഴ്സ്, അതിന്റെ ഗവർണേഴ്സ്, ഇതെല്ലാം നമ്മൾ നന്നായി പഠിച്ചിരിക്കണം. അപ്പോൾ മധ്യപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് മോഹൻ യാദവ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു മധ്യപ്രദേശ് ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്, BJP ആണ് എന്നുള്ളത്. മധ്യപ്രദേശിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഭോപ്പാലാണ് മധ്യപ്രദേശിന്റെ ക്യാപിറ്റൽ ആയിട്ട് വരുന്നത്. മധ്യപ്രദേശിന്റെ ഗവർണർ എന്ന് പറയുന്നത് മംഗൂഭായ് പട്ടേലാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻസെക്സിനെ കുറിച്ചാണ്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ സെൻസെക്സ് എടുക്കാൻ ആളുകൾ വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഡിജിറ്റലായിട്ട് സെൻസെക്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടു കാണും വീട്ടിൽ എത്ര മുറികളുണ്ട്, ടൈൽസ് ആണോ ഇട്ടിരിക്കുന്നത്, റെഡ് ഓക്സൈഡ് ആണോ എന്നൊക്കെയുള്ള പല ചോദ്യങ്ങൾ ചോദിച്ച് വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ ഇത്തവണ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻസെക്സിനെ കുറിച്ചാണ്. ഈ ഇത്തവണത്തെ സെൻസസ് അവസാനിക്കാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ 2026 പക്ഷെ സെൻസസ് അവസാനിക്കാൻ പോകുന്നത് 2027 2 ഘട്ടങ്ങളായിട്ടാണ് ഇത്തവണത്തെ സെൻസസ് വരുന്നത്. അതായത് ആദ്യം നമ്മൾ വീടുമായി ബന്ധപ്പെട്ട, പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട സെൻസസ് ആണ് നിലവിലെ സാഹചര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട വരുന്നത് 2027 പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് സെൻസസ് 2027 എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിനു മുമ്പ് 2011 സെൻസസ് നടന്നിരുന്നത്. 10 വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ സെൻസസ് നടക്കാറുള്ളത്. ഇപ്പോൾ 2021 നടക്കണമായിരുന്നു, പക്ഷെ അന്ന് കോവിഡൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് സെൻസസ് നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിലവിലെ സാഹചര്യത്തിൽ അടുത്ത സെൻസസ് നടക്കുന്നത് ഈ വർഷം 2027 അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമിന് ഓറിയന്റേഷൻ ആയിട്ട് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ 2027 എന്നുള്ള കാര്യം പറയുക. നിലവിലെ സാഹചര്യത്തിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത് ടോൾ ഫ്രീ നമ്പർ പുറത്തിറക്കിയിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റ്. 1855 സെൻസസ് 2027 ടോൾ ഫ്രീ നമ്പർ എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം ഹോം അഫയേഴ്സ് മിനിസ്ട്രി ആണ് ഇതിന്റെ അണ്ടറിൽ വരുന്നത്. അതായത് ഹോം അഫയേഴ്സ് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് സെൻസസ് വരുന്നത്. ഹോം അഫയേഴ്സ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അമിത്ഷാ ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്, GI ടാഗുകളെ കുറിച്ചാണ്. ഈ അടുത്ത് മധ്യപ്രദേശിൽ ഒരു GI ടാഗ് വന്നിട്ടുണ്ട്. കുർസാനി ഇംലി എന്ന് പറയുന്നതിനാണ് ഇത്തവണത്തെ GI ടാഗ് കിട്ടിയിരിക്കുന്ന മധ്യപ്രദേശിൽ നിന്ന്. അവര് ബാവോബ ഫ്രൂട്ട് എന്നാണ് ഈ പറയുന്ന കുർസാനി ഇംലിക്ക് മറ്റൊരു പേര് നൽകിയിരിക്കുന്നത്. കുർസാനി ഇമലി എന്ന് പറയുന്നത് ഒരു തരം പുളി ഇനമാണ്. നമുക്കറിയാം GI ടാഗുകളുടെ പ്രത്യേകത എന്താണ് എന്നുള്ളത്. ഒരു സ്ഥലത്തെ, ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അവരുടെ മാത്രമായിട്ടുള്ള ഒരു വസ്തുവിന് നമ്മൾ നൽകുന്ന പാറ്റേൺ ആണ് ഈ GI ടാഗ് എന്ന് പറയുന്നത്. ഇപ്പൊ കാഞ്ചീപുരം സിൽക്ക്, അതായത് സിൽക്കിൽ കാഞ്ചീപുരം എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം കിട്ടുന്ന പാറ്റേൺ ആണ് കാഞ്ചീപുരം സിൽക്ക്. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ പാറ്റേൺ പറയുകയാണെങ്കിൽ നമ്മുടെ ആറന്മുള കണ്ണാടി ആറന്മുള എന്ന് പറയുന്ന ആ സ്ഥലത്തിന്റെ മാത്രം പ്രത്യേകത വെച്ച് ഉണ്ടാകുന്ന പാറ്റേൺ ആണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒന്നാണ് അൽഫോൺസ മാമ്പഴം, ഇങ്ങനെ പല പാറ്റേൺ, ഡാർജിലിംഗ് ടീ എന്ന് പറയുന്നത്, അങ്ങനെ നമ്മൾ നൽകുന്ന GI ടാഗ് ആണ്. നമുക്ക് എന്താ പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മുടെ എക്സാമുകൾക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ് GI ടാഗ്. പല രീതിയിൽ ചോദിക്കുമ്പോൾ കുർസാനി ഇംലി ഏത് സംസ്ഥാനത്തിന്റെ ആണ് എന്നുള്ള കാര്യം ചോദിക്കും. മധ്യപ്രദേശിന്റെ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അല്ലെങ്കിൽ മധ്യപ്രദേശിൽ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ GI ടാഗ് ഏത് സാധനത്തിനായിരുന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാലും അത് കുർസാനി ഇംലി ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ഒരു സ്വർണ്ണക്കനിയെ കുറിച്ചാണ്. നമുക്കറിയാം നമ്മളുടെ സ്വർണ്ണക്കനികളെല്ലാം ഗവൺമെന്റിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു സ്വകാര്യ സ്വർണ്ണക്കനി വന്നിരിക്കുന്നു. ആ സ്വർണ്ണക്കനിയുടെ പേര് ജൊനാഗിരി എന്നാണ്. നമ്മളോട് എക്സാമിനേഷന് ചോദിക്കും ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണ് ഈ ജൊനാഗിരി, അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് സ്വർണ്ണക്കനി എവിടെയാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മളോട് ചോദിക്കും. സോ ജൊനാഗിരി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ആന്ധ്രാപ്രദേശിന്റെ CM നമുക്കറിയാം N ചന്ദ്രബാബു നായിഡു ആണ് ആന്ധ്രാപ്രദേശിന്റെ CM എന്ന് പറയുന്നത്, ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. പവൻ കല്യാൺ ആണ് ആന്ധ്രാപ്രദേശിന്റെ ഡെപ്യൂട്ടി CM. ഇനി ആന്ധ്രാപ്രദേശിന്റെ ഗവർണർ എന്ന് പറയുന്നത് സെയ്ദ് അബ്ദുൽ നാസർ ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർ ആണ്.
ജോർജിയ വിഷൻ എന്ന് പറയുന്ന പുസ്തകമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്ററായ ജോർജിയ മെലോണിയുടെ പുസ്തകമാണ് ഈ ജോർജിയാസ് വിഷൻ എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം ഇറ്റലിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് റോമാണ്. ഇറ്റലിയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ജോർജിയ മെലൻ എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഈ ബുക്കിന്റെ മറ്റൊരു പ്രാധാന്യം എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലായ്പ്പോഴും നമ്മളുടെ എക്സാമുകൾക്ക് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഈ ജോർജിയ വിഷനിൽ ഇന്ത്യയിൽ അവർ വിസിറ്റിന് വന്നപ്പോൾ ഉണ്ടായിരുന്നപ്പം, അതായത് G20യുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന നമ്മളുടെ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ മെലാനി ഇന്ത്യയിൽ വിസിറ്റിന് വന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഇന്ത്യയിലെ സ്വീകരണം അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നെല്ലാം ഈ പറയുന്ന ബുക്കിൽ അവർ പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് ജോർജിയാസ് വിഷൻ എന്ന് പറയുന്ന നമ്മളുടെ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോണിയുടെ പുസ്തകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അപ്പോയിൻമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. ഇന്ത്യയുടെ സ്പൈ ഏജൻസിയായ ഇന്റലിജൻസ് ബ്യൂറോയുടെ പുതിയ മേധാവിയായിട്ട് മഹേഷ് ദീക്ഷിതിനെ അപ്പോയിന്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഇന്ത്യക്ക് 2 സ്പൈ ഏജൻസികളാണ് ഉള്ളത്. ഒന്ന് റിസർച്ച് അനലൈസ് വിങ് ഓഫ് ഇന്ത്യ റോയും, ഒന്ന് ഇന്റലിജൻസ് ബ്യൂറോ എന്ന് പറയുന്ന IB. നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് IB യെ കുറിച്ചാണ്. 1887 പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിലാണ് ഈ പറയുന്ന നമ്മളുടെ IB രൂപീകരിക്കുന്നത്. IBയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് നമ്മളുടെ ന്യൂഡൽഹിയിലാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. പ്രധാനമായിട്ടും ഇന്ത്യയുടെ ഇന്റേണൽ കാര്യങ്ങൾ എല്ലാം സ്പൈ ഏജൻസി ആയിട്ട് നോക്കുന്നത് IBയും, ഇന്ത്യയുടെ പുറത്തുള്ള കാര്യങ്ങളാണ് റിസർച്ച് അനലൈസ് വിങ് ആയ റോയും എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. എക്സാമുകൾക്ക് സ്പൈ ഏജൻസിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായി ചോദിക്കാറുള്ളത് നമ്മളുടെ ഇസ്രായേലിന്റെ സ്പൈ ഏജൻസിയാണ്. ഇസ്രായേലിന്റെ സ്പൈ ഏജൻസിയുടെ പേര് മുസാദ് ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ്സ് ആൻഡ് ഡേ എന്നീ പറയുന്ന വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യമാണ്. നമ്മളുടെ എക്സാമുകൾക്ക് ഒരു ഡേറ്റ് തന്നതിന് ശേഷം ആ ഡേറ്റിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമുകളുടെ ട്രെൻഡിൽ നമ്മൾ കണ്ടുവരുന്നത് 2026 ആ ഡേറ്റിൽ എന്ത് തീമായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത്തവണ ഡേറ്റും ആ ഡേറ്റിന്റെ പ്രത്യേകതയും അതിന്റെ തീമും കൂടി പഠിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് June 21 കുറിച്ചാണ്. June 21 പ്രത്യേകത ഇന്റർനാഷണൽ യോഗ ഡേ ആണ്. നമുക്കറിയാം യോഗ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ 2015 മുതലാണ് ഈ June 21 ഇന്റർനാഷണൽ യോഗ ഡേ ആയിട്ട് ആചരിക്കുന്നത്. അതിന്റെ ഇനിഷ്യേഷനൊക്കെ എടുത്തത് ഇന്ത്യ ആണ് എന്നുള്ള കാര്യം 2015 നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നരേന്ദ്രമോദി അതുമായി ബന്ധപ്പെട്ട പാറ്റേണുകളിലൊക്കെ ഒരുപാട് പ്രസംഗിച്ചതും പാറ്റേണൊക്കെ. അപ്പോൾ 2015 നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ള കാര്യം ഓർക്കുക. 2026 തീമാണ് നമ്മളോട് എക്സാമിനേഷന് ചോദിക്കുന്നത്. അപ്പോൾ 2026 ഇന്റർനാഷണൽ യോഗ ഡേയുടെ തീം എന്ന് പറയുന്നത് യോഗ ഫോർ ഹെൽത്തി ഏജിങ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. യോഗ ഫോർ ഹെൽത്തി ഏജിങ് ആണ് 2026 നമ്മളുടെ ഇന്റർനാഷണൽ യോഗ ഡേയുടെ തീം. ഇനി June 21 തന്നെ നമ്മൾ സെലക്ട് ചെയ്യാനുള്ള കാരണം, അതായത് ഇന്റർനാഷണൽ യോഗ ഡേ ആയിട്ട് June 21 സെലക്ട് ചെയ്യാനുള്ള കാരണം, നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഏറ്റവും ലോങ്സ്റ്റ് ഡേ ഏതാണ് എന്ന് പണ്ട് മുതലേ നമ്മൾ പഠിച്ചു വരുന്ന ഒരു പാറ്റേൺ. അതായത് ദിവസത്തിന് ഏറ്റവും ദൈർഘ്യം നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഉള്ളത് ഈ പറയുന്ന നമ്മളുടെ June 21 ആണ്. അതുകൊണ്ടാണ് June 21 നമ്മൾ ഇന്റർനാഷണൽ യോഗ ഡേ ആയിട്ട് അന്ന് ചൂസ് ചെയ്തിരുന്നത് എന്ന് അന്നത്തെ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. 2026 ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. 2026 ഈ പറയുന്ന നമ്മളുടെ യോഗ തീം എന്ന് പറയുന്നത് യോഗ ഫോർ ഹെൽത്തി ഏജിങ് ആണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അപ്പോയിൻമെന്റുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു കറണ്ട് അഫെയർ ആണ്. ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ. നമുക്കറിയാം ഇന്ത്യയിലെ 2ാമത്തെ ലോ ഓഫീസർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഈ സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത്. അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ കേസ് വാദിക്കുന്ന അഡ്വക്കേറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്ന പാറ്റേൺ. അപ്പൊ ഇന്ത്യയുടെ 2nd ലോ ഓഫീസറാണ് സോളിസിറ്റർ ജനറൽ. നിലവിലെ സാഹചര്യത്തിൽ തുഷാർ മേത്ത തന്നെയാണ് ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ. അദ്ദേഹത്തിന് ഒരു റീ അപ്പോയിന്റ്മെന്റ് കൊടുത്തു എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 3 വർഷമാണ് സോളിസിറ്റർ ജനറൽമാരുടെ കാലാവധി എന്ന് പറയുന്നത്. അപ്പൊ നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ കാലാവധി കംപ്ലീറ്റ് ആയി. അതുകൊണ്ട് ഒന്നുകൂടി അത് റീ അപ്പോയിന്റ് ചെയ്തു എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ സോളിസിറ്റർ ജനറൽ ഇന്ത്യയിലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസ് അല്ല. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസ്, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസ് എന്നെല്ലാം നമുക്ക് ഡിസ്ക്രിപ്ഷൻസ് സാധാരണഗതിയിൽ ഓരോ പദവികൾക്കുണ്ട്. അതായത് ഇന്ത്യയുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന പാറ്റേണെയാണ് നമ്മൾ
കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് ലോ ഓഫീസർ, ഇപ്പോൾ നമ്മളുടെ സെക്കൻഡ് ലോ ഓഫീസർ ആയ സോളിസിറ്റർ ജനറലാണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് ലോ ഓഫീസർ എന്ന് പറയുന്നത് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയുടെ ഫസ്റ്റ് ലോ ഓഫീസർ എന്ന് പറയുന്നത് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 76 ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഇന്ത്യക്ക് ഒരു അറ്റോർണി ജനറൽ ഉണ്ടാകണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അറ്റോർണി ജനറൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസാണ്, എന്നാൽ സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസ് അല്ല എന്നുള്ള കാര്യം ഓർക്കുക. സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ 76 എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു, അത് എക്സാമിനേഷൻ ചോദിക്കാറുണ്ട്. അറ്റോർണി ജനറലിന്റെ ആർട്ടിക്കിൾ എന്താണ് എന്നുള്ള കാര്യം. നിലവിലെ സാഹചര്യത്തിൽ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആർ വെങ്കട്ടരമണിയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. സോ അറ്റോർണി ജനറൽ വെങ്കട്ടരമണിയാണ്. എന്നാൽ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് സോളിസിറ്റർ ജനറലിന്റെ കാലാവധി പൂർത്തീകരിച്ചത് കൊണ്ട് അത് ഒന്നുകൂടി പുതുക്കി കൊടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് തുഷാർ മേത്ത ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡെക്സ് ആൻഡ് റാങ്കിങ് എന്നീ വിഭാഗത്തിൽ നിന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ്. വേൾഡ് എക്കണോമിക് ഫോറം പുറത്തുവിട്ട എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് ആണ് നമ്മൾ ഇത്തവണ ഡിസ്കസ് ചെയ്യുന്നത്. 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് സ്വീഡൻ ആണ്. ഫസ്റ്റ് റാങ്ക് പൊസിഷനിൽ സ്വീഡൻ ആണ് എത്തിയിരിക്കുന്നത്. സെക്കൻഡ് പൊസിഷൻ ഫിൻലാൻഡിനും 3rd പൊസിഷൻ നമ്മളുടെ ഡെൻമാർക്കിനുമാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം, ലോകത്തിലെ യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ച 193 രാജ്യങ്ങളുടെയും ക്യാപിറ്റൽ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ നമ്മൾ ഫോക്കസ് കൊടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ എക്സാമിന് 6 മാസം മുമ്പുള്ള കറണ്ട് അഫയേഴ്സ് ആയിരിക്കും നമ്മുടെ എക്സാമിനേഷന് ചോദിക്കുന്നത്. അപ്പോൾ 6 മാസം മുമ്പ് ന്യൂസ് പേപ്പേഴ്സിൽ വന്നിരിക്കുന്ന രാജ്യങ്ങളുടെ ക്യാപിറ്റലുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡെക്സ് പഠിക്കുമ്പം അതിൻ്റെ കൂടെ തന്നെ ക്യാപിറ്റൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്വീഡന്റെ ക്യാപിറ്റലാണ്. സ്വീഡന്റെ ക്യാപിറ്റൽ സ്റ്റോക്ക്ഹോം ആണ് എന്നുള്ള കാര്യം ഓർക്കുക. സെക്കൻഡ് പൊസിഷനിലെത്തിയിരിക്കുന്ന ഫിൻലാൻഡ് ആണ്. ഫിൻലാൻഡിലെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഹെലൻസ്കി ആണ്. ആൻഡ് 3rd പൊസിഷനിലെത്തിയിരിക്കുന്നത് ഡെൻമാർക്കാണ്. ഡെൻമാർക്കിന്റെ ക്യാപിറ്റൽ കോപ്പൻഹാഗൻ ആണ്. ഇനി ഇൻഡെക്സ് ഏത് നിങ്ങൾ പഠിച്ചാലും, റാങ്കിങ് ഇൻഡെക്സ് ഇത് എല്ലാ കറണ്ട് അഫയർ സെഷനിലും ഞാൻ പറയുന്നതാണ്, ഇൻഡെക്സും റാങ്കിങ് പഠിച്ചാൽ നമുക്ക് ഏറ്റവും പ്രയോറിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, 3rd റാങ്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രയോറിറ്റി ഇന്ത്യയുടെ പൊസിഷൻ ആ ഇൻഡെക്സിൽ എത്രയാണ് എന്നായിരിക്കും നമ്മളോട് എക്സാമിനേഷൻ ചോദിക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ പൊസിഷൻ ഈ പറയുന്ന വേൾഡ് എക്കണോമിക് ഫോറം പുറത്തുവിട്ട എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 70th ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പോർട്സിൽ നിന്നുള്ള ഒരു കറണ്ട് അഫയർ ആണ്. നമുക്കറിയാം, നിലവിലെ സാഹചര്യത്തിൽ ഫിഫ വേൾഡ് കപ്പ് നടക്കുകയാണ്. 2026 ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത് മെക്സിക്കോ, അമേരിക്ക, കാനഡ എന്നീ പറയുന്ന രാജ്യങ്ങളാണ്. അത് നമ്മളുടെ എക്സാമിനേഷന് ചോദിക്കും. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന പാറ്റേൺ, ഫിഫ പുരുഷ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം ഏതാണ് എന്നുള്ളതാണ്. ഫിഫ വേൾഡ് കപ്പിലെ റെക്കോർഡ്, അതായത് ഏറ്റവും കൂടുതൽ ഗോള് നേടിയ താരം എന്ന് പറയുന്നത് ലയണൽ മെസ്സി ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അർജന്റീനൻ താരം ലയണൽ മെസ്സിക്കാണ് ഏറ്റവും കൂടുതൽ ഗോള് നേടിയിരിക്കുന്നത്. അറ്റ് പ്രസന്റ് നിലവിലെ സാഹചര്യത്തിലെ സിറ്റുവേഷൻ ആണ് നമ്മൾ പറയുന്നത് ലയണൽ മെസ്സി എന്നുള്ളത്. വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസിന്റെ താരമായ കിലിയൻ എംബാപ്പെ മെസ്സിയുടെ തൊട്ട് പിന്നിൽ തന്നെയുണ്ട്. അപ്പം വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാം. അറ്റ് പ്രസന്റ് സിറ്റുവേഷനിൽ ലയണൽ മെസ്സി ആണ് ഫസ്റ്റ് പൊസിഷനിൽ എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബാങ്കിങ് അപ്പോയിന്റ്മെന്റ് ആണ്. വേൾഡ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ട് ഒരു ഇന്ത്യക്കാരനെ നിയമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് എന്ന് പറയുന്നത് നീലകണ്ഠ മിശ്രയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം, വേൾഡ് ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടർ സ്ഥിതി ചെയ്യുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ക്യാപിറ്റലായ വാഷിംഗ്ടൺ DC-യിലാണ്. നമ്മളുടെ വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് അജയ് ഭാംഗയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡെക്സ് ആൻഡ് റാങ്കിങ് എന്നീ വിഭാഗത്തിൽ നിന്നുള്ള ഒരു കറണ്ട് അഫയർ ആണ്. 2026 പുറത്തുവിട്ട ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം റിപ്പോർട്ടിൽ 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്നുള്ള സിലിക്കൺ വാലി എന്ന് പറയുന്ന നഗരമാണ്. സിറ്റികൾ പ്രധാനമായിട്ട് വന്നിരിക്കുന്ന ഒരു ലിസ്റ്റാണ്. ഇതിൽ ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട്, നമ്മൾ ഇൻഡെക്സ് റാങ്കിങ് ഡിസ്കസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് പഠിക്കേണ്ട കാര്യം ഇന്ത്യയിൽ നിന്നുള്ള ഏതെങ്കിലും സിറ്റീസോ സ്റ്റേറ്റ്സോ ഉണ്ടോ എന്നുള്ളതാണ്. ഇന്ത്യയിൽ നിന്ന് ആദ്യത്തെ 50ൽ 2 സ്ഥലങ്ങളാണ് വന്നിരിക്കുന്നത്. ഒന്ന് നമ്മളുടെ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 15ാമത്തെ പൊസിഷനാണ് എന്നുള്ള കാര്യം ഓർക്കുക. എക്സാമിനേഷൻ ചോദിക്കും ബാംഗ്ലൂരിന്റെ പൊസിഷൻ എത്രയാണ് എന്ന് ചോദിക്കും. 15ാമത്തെ പൊസിഷനിലാണ് ബാംഗ്ലൂർ എത്തിയിരിക്കുന്നത്. ഇനി ആദ്യത്തെ 50ൽ 2 ഇന്ത്യൻ നഗരങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് നമ്മളുടെ ക്യാപിറ്റൽ സിറ്റി ആയ ഡൽഹിയാണ്. ഡൽഹിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 31ാമത്തെ പൊസിഷനാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അതുപോലെ നമ്മളുടെ ബാംഗ്ലൂർ എന്ന് പറയുന്നത് കർണാടകയുടെ ക്യാപിറ്റലാണ്. കർണാടകയുടെ ക്യാപിറ്റലാണ് ബംഗളൂരു എന്ന് പറയുന്നത്. കർണാടകയുടെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ഈ അടുത്ത് കർണാടകയുടെ ചീഫ് മിനിസ്റ്റർ മാറിയിട്ടുണ്ടായിരുന്നു.
സോ DK ശിവകുമാറാണ് കർണാടകയുടെ പുതിയ ചീഫ് മിനിസ്റ്റർ എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട പാറ്റേൺ എന്ന് പറയുന്നത് കർണാടക ഭരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എലൻ മസ്കിനെ കുറിച്ചാണ്. നമുക്കറിയാം ടെസ്ലയുമായി ബന്ധപ്പെട്ട്, സ്പേസ് എക്സുമായി ബന്ധപ്പെട്ട്, എക്സുമായി ബന്ധപ്പെട്ട് എല്ലാം ഏറ്റവും ഫേമസ് ആയ, ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സണാലിറ്റി ആയ വ്യക്തിയാണ് മസ്ക് എന്ന് പറയുന്നത്. സോ മസ്കിനെ കുറിച്ച് നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോകത്തിലെ ആദ്യത്തെ ട്രില്യണറായ വ്യക്തിയാണ് എലൻ മസ്ക് എന്നുള്ളതാണ്. ആദ്യമായിട്ടാണ് ഒരാൾ ട്രില്യണർ എന്ന് പറയുന്ന പദവിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ട്രില്യണർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ സ്പേസ് എക്സിന്റെ സ്ഥാപകനായ എലൻ മസ്ക് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. സ്പേസ് എക്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു കാര്യം കൂടി നോക്കാം. അതായത് ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ 5ാമത്തെ കമ്പനി എന്ന് പറയുന്ന സ്ഥാനം എത്തിയിരിക്കുന്നത് സ്പേസ് എക്സ് ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബാങ്കിങ് കറണ്ട് അഫെയർ ആണ്. ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. നമുക്കറിയാം ഷങ്കായ് ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള ഒരു ബാങ്കാണ് ഈ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത്. നമ്മുടെ ബ്രിക്സ് അംഗരാജ്യങ്ങൾ ചേർന്ന് 2015 ഈ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത്. ബ്രിക്സിലെ അംഗരാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കറിയാം. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഇവരാണ് ബ്രസീലിന്റെ ഈ പറയുന്ന ബ്രിക്സിന്റെ അംഗരാജ്യങ്ങൾ. അങ്ങനെ ബ്രിക്സിലെ അംഗരാജ്യങ്ങൾ ചേർന്നിട്ടാണ് ഈ പറയുന്ന നമ്മളുടെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും പിന്നീട് നമ്മൾ എക്സ്റ്റൻഡഡ് ആയിട്ട് വേറെ മെമ്പേഴ്സിനെയും കൂടി അതിൽ ജോയിൻ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ അംഗമായ അവസാനത്തെ രാജ്യം, അതായത് ലേറ്റസ്റ്റ് ആയിട്ട് അംഗത്വം കിട്ടിയ രാജ്യം ഏതാണ് എന്നുള്ളതാണ്. ഉസ്ബെക്കിസ്ഥാൻ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ഉസ്ബെക്കിസ്ഥാന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് താഷ്കണ്ട് ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. 10ാമത്തെ രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ. അതായത് നമ്മളുടെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ അംഗമാകുന്ന 10ാമത്തെ രാജ്യമാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു ഫൗണ്ടേഴ്സ് കൺട്രീസ് എന്ന് പറയുന്നത് ബ്രിക്സിലെ അംഗങ്ങളായിരുന്നു. ബ്രസീലിന്റെ ക്യാപിറ്റൽ ബ്രസീലിയാണ് എന്നുള്ള കാര്യം ഓർക്കുക. റഷ്യയുടെ ക്യാപിറ്റൽ മോസ്കോ ആണ്. ഇന്ത്യയുടെ ക്യാപിറ്റൽ എല്ലാവർക്കും അറിയാം ന്യൂഡൽഹി ആണ്. ചൈനയുടെ ക്യാപിറ്റൽ സിറ്റി ഓഫ് സൈക്കിൾസ് എന്നറിയപ്പെടുന്ന ബെയ്ജിംഗ് ആണ്. സൗത്ത് ആഫ്രിക്കയുടെ ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് കേപ്പ് ടൗൺ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഉസ്ബെക്കിസ്ഥാനാണ് ജോയിൻ ചെയ്തത്. ഉസ്ബെക്കിസ്ഥാന്റെ ക്യാപിറ്റൽ താഷ്കണ്ട് ആണ്. താഷ്കണ്ട് നിങ്ങൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും. കാരണം താഷ്കണ്ട് എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴായി താഷ്കണ്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. 1966 നമ്മളുടെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നടന്ന ഒരു എഗ്രിമെന്റ് ആണ് ഈ താഷ്കണ്ട് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഉസ്ബെക്കിസ്ഥാന്റെ ക്യാപിറ്റലായ താഷ്കണ്ടിൽ വെച്ചായിരുന്നു നടന്നത്. ഇന്ത്യയുടെ 2ാമത്തെ പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാന്റെ പ്രസിഡന്റായ മുഹമ്മദ് അയൂബ് ഖാനും കൂടിയായിരുന്നു താഷ്കണ്ട് എഗ്രിമെന്റിൽ ഒപ്പിട്ട് മണിക്കൂറുകൾക്ക് ശേഷം ഈ പറയുന്ന നമ്മുടെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായ ലാൽ ബഹദൂർ ശാസ്ത്രി മരണപ്പെടുകയാണ്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്ന മുദ്രാവാക്യമുള്ളതും ഈ പറയുന്ന നമ്മളുടെ ലാൽ ബഹദൂർ ശാസ്ത്രിക്കാണ് എന്നുള്ള കാര്യം ഓർക്കുക. ശാസ്ത്രി മരണപ്പെട്ടത് കൊണ്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഭാരതരത്നവുമായി ബന്ധപ്പെട്ട പാറ്റേണിൽ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാവുന്ന ഒന്നാണ്. ഭാരതരത്നം മരണാനന്തരം കൊടുത്ത, അതായത് പോസ്റ്റുമസ്ലി കൊടുത്ത ആദ്യത്തെ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസിനെ കുറിച്ചാണ്. എന്താണ് ഈ ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ്? സ്ലോവാക്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയുടെ പേരാണ് ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് എന്ന് പറയുന്നത്. നമ്മൾ എന്തുകൊണ്ടായിരിക്കാം സ്ലോവാക്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്? മറ്റൊന്നും കൊണ്ടല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്ര ദാമോദർ ദാസ് മോഡിക്ക് സ്ലോവാക്യൻ ഗവൺമെന്റ് അവരുടെ ഏറ്റവും പരമോന്നത സിവിലിയൻ അവാർഡായ ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് എന്ന് പറയുന്ന അവാർഡ് സമ്മാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഇന്ത്യയുടെ ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് എന്ന് പറയുന്നത് ഭാരത് രത്നയാണ്. നമ്മൾ 53 പേർക്കാണ് രാജ്യം ഭാരത് രത്നം കൊടുത്തിട്ടുള്ളത്. അതിൽ ആകെ 2 വിദേശികൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതായത് പാകിസ്ഥാൻകാരനായ അതിർത്തി ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്ന, ഫ്രണ്ടിയർ ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാനും ഇനി ഗാന്ധി ഓഫ് ആഫ്രിക്ക എന്നറിയപ്പെടുന്ന നെൽസൺ മണ്ടേലയ്ക്ക് മാത്രമാണ് നമ്മുടെ രാജ്യം എന്ത് നൽകിയിട്ടുള്ളൂ, നമ്മുടെ ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ അവാർഡായ ഭാരത് രത്നം വിദേശികൾക്ക് നൽകിയിരിക്കുന്നത്. ആകെ 2 പേർ മാത്രമാണ്. എന്നാൽ സ്ലോവാക്യ ഗവൺമെന്റ് നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായ നരേന്ദ്രമോദിക്ക് ഈ പറയുന്ന അവാർഡ് നൽകിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഓരോ രാജ്യങ്ങളുടെയും ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് കിട്ടിയിരിക്കുന്ന വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്ര ദാമോദർ ദാസ് മോഡിയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട പാറ്റേൺ ആണ്. കിഷ മൾട്ടിപർപ്പസ് പ്രൊജക്ട്. കിഷ മൾട്ടിപർപ്പസ് പ്രൊജക്ട് അത്യാവശ്യം വിവാദമാണ്.
നിലവിലെ സാഹചര്യത്തിൽ ഇന്റർനാഷണലി നമ്മൾ നന്നായി ഡിസ്കസ് ചെയ്യുന്നതാണ്. പാകിസ്ഥാൻ നമുക്കെതിരെ യുദ്ധം ചെയ്യും എന്നൊക്കെ പാകിസ്ഥാന്റെ മന്ത്രിമാർ സംസാരിച്ച കാര്യം കൂടിയാണ് കിഷ മൾട്ടി പർപ്പസ് പ്രൊജക്ട്. അതായത് നമുക്കറിയാം പാകിസ്ഥാന്റെ ലൈഫ് ലൈൻ എന്നറിയപ്പെടുന്നത് സിന്ധു നദിയാണ്. ഇംഗ്ലീഷിൽ നമ്മൾ ഇൻഡസ് എന്ന് പറയുന്നത്. ലൈഫ് ലൈൻ ഓഫ് പാകിസ്ഥാൻ, നാഷണൽ റിവർ ഓഫ് പാകിസ്ഥാൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇൻഡസ് ആണ്. ഇൻഡസ് ചൈനയിലെ ടിബറ്റിലെ മാനസ സരോവർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നിലെ ബൊക്കാർച്ച് ഗ്ലേഷ്യറിൽ നിന്നാണ് ഈ പറയുന്ന നമ്മളുടെ ഇൻഡസ് വരുന്നത്. ഇൻഡസിലെ പ്രധാനപ്പെട്ട ചെനാബ് നദിയാണ്, അതായത് ഇൻഡസിന്റെ ട്രൈബ്യൂട്ട് ആണ് ഈ പറയുന്ന ചെനാബ് എന്ന് പറയുന്നത്. അപ്പം ജോഗ്രഫിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇൻഡസിന്റെ ട്രിബ്യൂട്ട് എന്ന് പറയുന്ന ചെനാബ്. ഈ ചെനാബ് വരുന്ന സ്ഥലമാണ് ഞാൻ ഈ പറഞ്ഞത്. അത് നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിലൂടെ വന്ന് ആണ് പാകിസ്ഥാനിലേക്ക് എത്തുന്നത്. പാകിസ്ഥാന്റെ ജീവൻ രേഖയാണ്, അതായത് പാകിസ്ഥാന്റെ ലൈഫ് ലൈൻ ആണ് ഈ പറയുന്ന ചെനാബ് അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ് എന്ന് പറയുന്നത്. ഈ ഇൻഡസ് നദിയിൽ നിന്നായിരുന്നു നമ്മൾ വെള്ളം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് നമ്മളുടെ സിവിലിയൻസിനെ പാകിസ്ഥാന്റെ തീവ്രവാദികൾ കൊല്ലപ്പെടുത്തിയപ്പോൾ അതിന് നമ്മൾ ആദ്യമായി തിരിച്ചടി നൽകിയത് ഈ പറയുന്ന ഇൻഡസിലെ വെള്ളം ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആദ്യമായി തിരിച്ചടി നൽകിയത്. നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ പാകിസ്ഥാൻ ഒരു തിരിച്ചടി കൊടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ കൊണ്ടുവരുന്ന ഒരു പ്രൊജക്റ്റാണ് കിഷൗ മൾട്ടിപർപ്പസ് പ്രൊജക്ട് എന്നുള്ള കാര്യം ഓർക്കുക. നമ്മൾ പ്രധാനമായിട്ടും അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏത് നദിയുടെ അണക്കെട്ടാണ് എന്നുള്ള കാര്യം ഓർക്കുക. ചെനാബ് നദിയിലാണ് ഈ അണക്കെട്ട് നമ്മൾ സ്ഥാപിപ്പിക്കാൻ നോക്കുന്നത്. ചെനാബ് എന്തിന്റെ ട്രിബ്യൂട്ടാണ് എന്നുള്ള കാര്യം നോക്കുക. എവിടെ നിന്നാണ് ഇത് വരുന്നത് എന്നുള്ള കാര്യം നോക്കുക. അപ്പോൾ നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സാമിനേഷൻ വരും. കാരണം നിലവിലെ സാഹചര്യത്തിൽ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പാറ്റേൺ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നന്നായി ആ കാര്യങ്ങൾ കൃത്യമായി നോക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഇന്ത്യയിൽ നിരോധിച്ച ഒരു മെസ്സേജിങ് ആപ്പിനെ കുറിച്ചാണ്. നമുക്കറിയാം 2026 ജൂൺ 22 വരെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ അഭ്യർത്ഥന മാനിച്ച് താൽക്കാലികമായിട്ട് ടെലിഗ്രാം എന്ന് പറയുന്ന മെസ്സേജിങ് ആപ്പ് ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ടായിരുന്നു. ഏത് ആപ്പാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെലിഗ്രാം ആപ്പാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി ടെലിഗ്രാമിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്കറിയാം ടെലിഗ്രാം ഒരു മെസ്സേജിങ് ആപ്പാണ്. 2013 ടെലിഗ്രാം നിലവിൽ വരുന്നത്. പവൽ ദുരോവാണ് ടെലിഗ്രാമിന്റെ നിലവിലെ സാഹചര്യത്തിലെ CEO എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെ ഈ പറയുന്ന ടെലിഗ്രാമിന്റെ co-founder-ആണ്. അദ്ദേഹത്തിന്റെ സഹോദരനായ നിക്കോളായ് ദുരോവിനെ ചേർത്തിട്ടാണ് 2013 ഈ പറയുന്ന പവൽ ദുരോവും നിക്കോളായ് ദുരോവും കൂടി ഈ പറയുന്ന നമ്മളുടെ ടെലിഗ്രാം എന്ന് പറഞ്ഞ മെസ്സേജിങ് ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ദുബായ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അപ്പോൾ ഇന്ത്യയിലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ അഭ്യർത്ഥന മാനിച്ചിട്ടാണ് ഇന്ത്യ ഗവൺമെന്റ് താൽക്കാലികമായിട്ട് ടെലിഗ്രാം നിരോധിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പോർട്സിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. സ്പോർട്സിലെ ടെന്നീസുമായി ബന്ധപ്പെട്ട പാറ്റേൺ ആണ് നമ്മൾ നോക്കുന്നത്. ഫ്രഞ്ച് ഓപ്പൺ എക്സാമിന് പല രീതിയിൽ ചോദിക്കാറുണ്ട്. ഫ്രഞ്ച് ഓപ്പൺ എന്ത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. ടെന്നീസ് മാച്ചാണ് ഈ ഫ്രഞ്ച് ഓപ്പൺ എന്നുള്ള കാര്യം ഓർക്കുക. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിലെ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയ വ്യക്തിയുടെ പേര് എന്ന് പറയുന്നത് അലക്സാണ്ടർ സൊരേവ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇദ്ദേഹം ജർമ്മനിക്കാരനാണ്. അതുപോലെ തന്നെ 2026 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ വിമൻസിൽ സിംഗിൾസ് കിരീടം നേടിയത് മിറ ആൻഡ്രീവയാണ്. റഷ്യക്കാരി പെങ്കൊച്ചാണ് ഈ മിറ ആൻഡ്രീവ എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. ഇതുകൊണ്ട് കൂടി എഡു ഗാർണന്റെ മന്ത്ലി കറണ്ട് അഫയർ സെഷൻ അവസാനിക്കുന്നു. താങ്ക് യു.